നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി വരും ആഴ്ചയിലെ മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ ഒരു കറന്റ് സെന്റിമെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോസ് കാണാത്തവരൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം കഴിഞ്ഞ ആഴ്ചയിലെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ കറന്റ് ഒരു സിറ്റുവേഷൻ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വീക്ക്നെസ് തന്നെയാണ്, സെൽ ട്രെൻഡ് തന്നെയാണ്. പക്ഷെ ഇതൊരു താൽക്കാലികമായിട്ട് ഒരു ബൗൺസ്, സപ്പോർട്ട് ലെവലിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ബൗൺസ് ആണ് മാർക്കറ്റിൽ സംഭവിച്ചിരുന്നത്. നമ്മൾ ഈ ഒരു ലെവലിൽ നിലനിൽക്കുമ്പോൾ ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലും കൂടെ നമ്മൾ സൂചിപ്പിച്ചതാണ് ഇത് നിഫ്റ്റിയിലെ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും, വരും ദിവസങ്ങളിൽ വർക്ക് ചെയ്യും. ഇപ്പോഴും റെസിസ്റ്റൻസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ലെവൽ നിലനിൽക്കുന്നത്. നമ്മളിവിടെ വലിയൊരു ഗ്യാപ് ഡൗൺ വന്നപ്പോൾ പോലും നമ്മൾ ഈ ഒരു ലെവൽ സൂചിപ്പിച്ചാണ്. വലിയൊരു ഗ്യാപ് ഡൗൺ പോലും ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് നിലനിർത്തിയിരുന്നത്. ആ ഒരു സപ്പോർട്ടാണ് ഇപ്പോഴും റെസിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കുന്നത്. ആ റെസിസ്റ്റൻസ് ആണ് 22,640, 630 കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിരുന്നത്. അപ്പോൾ 22,640 മുകളിലേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ മുകളിലേക്ക് ഒരു അപ്പ് മൊമെന്റം, ഇത് ലോങ് ടൈം ബൈ മൊമെന്റ് അല്ല, താൽക്കാലികമായിട്ടുള്ളൊരു ബൗൺസ് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. പക്ഷെ ഇതായാലും മാക്സിമം 23,000 അടുത്താണ് പിന്നീട് റെസിസ്റ്റൻസ് ആയി കാണുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ഇൻ കേസ് ഈ ഒരു ലെവലിൽ സസ്റ്റെയിൻ ചെയ്ത് ബൗൺസ് ചെയ്താലും ഈ ഒരു ലെവലിൽ പിന്നീട് 23,000 അടുത്ത് തന്നെ റെസിസ്റ്റൻസ് ഉണ്ട്. 22,800, 23,000 ഈ റേഞ്ചിന്റെ അടുത്തും നിഫ്റ്റിയിലെ റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ ആദ്യത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അതായത് നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവ് നിലനിർത്തണമെങ്കിൽ, താൽക്കാലികമായിട്ടൊരു പോസിറ്റീവ് നിലനിർത്തണമെങ്കിൽ ഈ റെസിസ്റ്റൻസ് 22,640 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ഡെയിലി ക്യാൻഡിൽ ഒരു ദിവസം ക്ലോസ് ചെയ്താൽ നമുക്ക് ഡിപ്പിൽ ബൈ ചെയ്യുന്ന രീതി അപ്ലൈ ചെയ്താൽ സക്സസ് ആകും. കൃത്യമായിട്ടുള്ള സപ്പോർട്ടർ അടുത്ത് നിന്നുള്ള ബൗൺസ്. പക്ഷെ റെസിസ്റ്റൻസ് എത്തുമ്പോൾ ശ്രദ്ധിക്കണം, തുടർച്ചയായിട്ടുള്ള റെസിസ്റ്റൻസുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ടൈം ബൈ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമുക്കത് നിഫ്റ്റിനത് എടുക്കാനായിട്ട് സാധിക്കില്ല. കറന്റ് ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക. കറന്റ് ഒരു സിറ്റുവേഷൻ വീക്ക്നെസ് ആണ്, സെൽ ട്രെൻഡ് തന്നെയാണ്. ഇങ്ങനത്തെ രീതിയിൽ നിലനിൽക്കുമ്പോൾ തന്നെ നിഫ്റ്റി ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നാലും റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് വീക്ക്നെസ് തന്നെയാണ്, പ്രോഫിറ്റ് ബുക്കിന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ സാധ്യത. അതായത് 22,640 താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ ക്യാൻഡിൽ നിലനിർത്തിയത് കൊണ്ട് തന്നെ സ്റ്റിൽ വീക്ക്നെസ് തന്നെയാണ് സാധ്യത. ലോവർ ലെവലിൽ ഇനി നല്ലൊരു സപ്പോർട്ട് വരുന്നത് 23,010 അടുത്താണ്. 22 ഇതിന്റെ അടുത്തൊരു നല്ലൊരു സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു സപ്പോർട്ടും കൂടി, ഈ സപ്പോർട്ടിന്റെ താഴത്തേക്ക് നിഫ്റ്റി ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ നിഫ്റ്റിയിലെ ഒരു ഫർദർ ആയിട്ടുള്ള ഒരു വീക്ക്നെസ്, വലിയൊരു വീക്ക്നെസ്സിനും നിഫ്റ്റിയിൽ സാധ്യതയുണ്ട്. പിന്നെ നിഫ്റ്റിയിലെ സപ്പോർട്ട് വരുന്നത് 21,700 റേഞ്ചിന്റെ അടുത്താണ്. 21,700 റേഞ്ചിന്റെ ബിറ്റ്വീൻ ദ റേഞ്ച് ആണ്, ഇടയിലാണ് റെസിസ്റ്റൻസ് വരുന്നത്. പിന്നെ കുറച്ച് അകലെയാണ്. പിന്നെ 21,800 താഴത്തേക്ക് ക്ലോസിംഗ് ബേസിൽ നിലനിർത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സപ്പോർട്ട് 21,100, 21,200. അപ്പൊ ഇതാണ് മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ. വരും ദിവസങ്ങളിലെ സിറ്റുവേഷൻ കാണുന്നത് മുകളിലേക്കുള്ള ലെവല് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലോസിംഗ് ബേസിസിൽ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ ഈ രീതി അനുസരിച്ച് വരും ദിവസങ്ങളിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യുക. നമുക്ക് എക്സാക്ട് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിർത്താനായിട്ട് സാധിക്കും. നമുക്ക് ഈ നോക്കേണ്ടത് വരും ദിവസങ്ങളിൽ ഇൻട്രാഡേയിൽ ഏതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട്, റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, 22,010, അതേപോലെ തന്നെ ലോവർ ലെവല് ഒരു സപ്പോർട്ടും കൂടി അപ്ഡേറ്റ് ചെയ്യാം, 22,200. ഇത് രണ്ടും ലോവർ ലെവലിൽ നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വീക്ക്നെസ് തന്നെയാണ്. പക്ഷെ ഈ സപ്പോർട്ട് എത്തുന്ന ഒരു സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു സപ്പോർട്ടിന് ഒരു ബൗൺസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി മാർക്കറ്റ് എപ്പോഴും നടത്തും. ഓരോ സപ്പോർട്ടിന്റെ താഴത്തേക്കും ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തുന്നത് കൂടുതൽ വീക്ക്നെസ് ആണ്. ഫർദർ ആയിട്ടുള്ള ഡൗൺ മൊമെന്റത്തിന് കൂടുതൽ സാധ്യത. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എക്സാക്ട് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമ്മൾ നൽകിയിരുന്നു. ഇതാണ് റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയാൽ മാത്രമാണ് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു അപ്പ് മൂവ്മെന്റത്തിന് ഒരു സാധ്യത കാണുന്നത്. താൽക്കാലികമായിട്ടുള്ള ഒരു ബൗൺസിന്റെ സാധ്യത, താൽക്കാലികമായിട്ടുള്ള ഒരു
ബൈ സെന്റിമെന്റിൽ സാധ്യത ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നതാണ്. അതിന് മുൻപത്തെ ആഴ്ചയിലും ഈ ഒരു ലെവൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. പക്ഷെ അതിന്റെ മുകളിലേക്ക് നിലനിർത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഓരോ ദിവസവും മാർക്കറ്റിലൊരു പ്രഷറാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനിൽ കണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു സപ്പോർട്ട്, ഈ ഒരു ലെവലിൽ ഒരു സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു താളത്തേക്ക് ബാങ്ക് നിഫ്റ്റി ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ കൂടുതൽ വീക്ക്നെസ് ആണ് താഴത്തേക്കുള്ള ഒരു സാധ്യത. അതായത് 47,800 സപ്പോർട്ട് കാണുന്നത്, 47,800. അപ്പൊ ഇതിന്റെ താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ കൂടുതൽ വീക്ക്നെസ് ആണ്. അഗ്രസീവ് ആയിട്ടുള്ള ഒരു സെല്ലിന് ഒരു സാധ്യതയുണ്ട്, ഒരു ഫാളിനുള്ള ഒരു സാധ്യത കൂടുതലാണ്. നമുക്ക് നിഫ്റ്റിയിൽ നമുക്ക് വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയിൽ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ഇൻട്രാഡേയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് ഈ പറയുന്നത്. അപ്പൊ നമുക്ക് ഇൻട്രാഡേയിൽ നിഫ്റ്റിയുടെ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ടുകൾ, റെസിസ്റ്റൻസ് കാണുന്നത് 22,500. ഇപ്പൊ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 22,500 താഴത്തേക്ക് ഒരു ക്യാനൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 22,500 താഴത്തേക്ക് ഒരു ക്യാനൽ ക്ലോസ് ചെയ്താൽ, ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് തന്നെയാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഇവിടെയാണ് സപ്പോർട്ട് വരുന്നത്. 22,360 സപ്പോർട്ടായിട്ട് കാണുന്നത്. 22,360 കുറച്ച് നല്ല സപ്പോർട്ട് എന്ന് പറയുന്നത് ലോവർ ലെവല് സപ്പോർട്ട് ഈ യെല്ലോ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 22,300 തൊട്ട് താഴെയാണ്. ഞാൻ ഇവിടെ 22,295 അതേപോലെ തന്നെ 22,260 ഇതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ച് ആണ്. 22,260. അപ്പൊ ഇത് ഈ ഒരു സപ്പോർട്ടിൽ എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ സപ്പോർട്ടിൽ എത്തുമ്പോൾ 22,260 ഹോൾഡ് ചെയ്തുകൊണ്ട് 22,295 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതിന് താഴെ സപ്പോർട്ട് കാണുന്നത് 22,200 അല്ല, ഇതിന്റെ ഒരു എൻട്രി വെക്കേണ്ടത് 22,175 ശരിക്കും സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ 22,175 ഹോൾഡ് ചെയ്തുകൊണ്ട് 22,200 മുകളിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. 22,175 ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 22,200 താഴത്തേക്ക് പോയാൽ ഉടനെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. 22,175 മുകളിലേക്കും കൂടി സസ്റ്റെയിൻ, ഇത് ഇവിടെ ഹോൾഡിംഗ് ബേസിസിൽ നിലനിർത്തേണ്ട സപ്പോർട്ടാണ് 22,200 എന്നത്. അപ്പൊ അതിന്റെ താഴത്തേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയാലാണ് കൂടുതൽ വീക്ക്നെസ്. പക്ഷെ അതിന്റെ താഴെ വന്നാൽ ഇത് ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. ഹയർ ലെവൽ മാനേജ് ചെയ്യേണ്ടത് ഇതേ രീതിയിലാണ്. 22,500 താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലൊക്കെ റെസിസ്റ്റൻസ് ഉണ്ട്. 500 മുകളിലാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ 22,530 തൊട്ടടുത്താണ് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. പിന്നെ റെസിസ്റ്റൻസ് കാണുന്നത് 22,575 22,575 റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയാലും, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയാലും റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലാണ്. റെസിസ്റ്റൻസിന്റെ താഴെ നിലനിൽക്കുമ്പോൾ വീക്ക്നെസ് തന്നെയാണ്. അതേപോലെ തന്നെ ഈ രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ റെസിസ്റ്റൻസ് കാണുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് 22,630. അപ്പൊ വരും ദിവസങ്ങളിലായാലും ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്കറ്റിൽ എക്സാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്താൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിന്റെ സിറ്റുവേഷൻ എപ്പോഴും മനസ്സിലാക്കുക. മാർക്കറ്റിന്റെ സിറ്റുവേഷൻ ഇപ്പോഴും വീക്ക്നെസ് തന്നെയാണ്. താൽക്കാലികമായിട്ടുള്ള ഒരു സപ്പോർട്ട് എന്നുള്ളൊരു ബൗൺസ് ആണ് ഇത് സംഭവിക്കുന്നത്. റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് ബൗൺസ് ചെയ്യും. അതുകൊണ്ടാണ് സപ്പോർട്ടിൽ നിലനിൽക്കുമ്പോൾ ഒരിക്കലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് നിലനിൽക്കുമ്പോൾ എപ്പോഴും ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാനായിട്ട് സൂചിപ്പിക്കുന്നത്. എപ്പോഴും റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. സപ്പോർട്ടിന്റെ അടുത്ത് നിന്നുള്ള ഒരു ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.